إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് കൂടുതൽ അടുക്കാനും അവൻ്റെ പ്രീതി, അവൻ്റെ തൃപ്തി അത് കരസ്ഥമാക്കാനും അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടവനാണ് യഥാർത്ഥമായ ഒരു വിശ്വാസം. അത്തരത്തിൽ അവൻ്റെ പ്രീതിയും തൃപ്തിയുമെല്ലാം കരസ്ഥമാക്കാനുള്ള പലവിധങ്ങളായ അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ അമലു സാലിഹാത്തുകളുമായി അതുപോലെ തന്നെ നല്ല കർമ്മങ്ങളുമായി ചെയ്തു കൂട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതലായിക്കൊണ്ട് അടുക്കണമെന്ന് ആമുഖമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വ്യക്തി വന്നുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, അല്ലാഹുവിൻ്റെ റസൂലെ, ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി ആരാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, ആരുടെ പ്രവർത്തനങ്ങൾ, ആരുടെ ആയുസ്സാണോ വർദ്ധിക്കുകയും ആരുടെ പ്രവർത്തനങ്ങളാണോ നന്നായി തീരുകയും ചെയ്തത് അവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യൻ. വീണ്ടും ചോദ്യകർത്താവ് ചോദിച്ചു, ഫഅയ്യുന്നാസി ശർ, ജനങ്ങളിൽ ഏറ്റവും ഷർറായിട്ടുള്ള മോശമായിട്ടുള്ള ആൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ത്വാല ഉമറുഹു വസാ അമലുഹു, ആരുടെ ആയുസ്സാണോ വർദ്ധിക്കുകയും ആരുടെ പ്രവർത്തനങ്ങളാണോ മോശമായി തീരുകയും ചെയ്തത് അവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാരനായ ഷർറായ മനുഷ്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉത്കൃഷ്ടരായ ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമെല്ലാം പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൽക്കർമ്മം ചെയ്യുന്ന മറ്റൊരു ദിവസവും തന്നെ പ്രിയപ്പെട്ടതായിട്ടില്ല എന്ന് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും അതിനോളം വരികയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലും അത്ര വരികയില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ
ഏത് കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും അതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരിയാണ് എങ്കിൽ പോലും അവർക്ക് ലഭിക്കാനിരിക്കുന്നത് ജിഹാദ് ചെയ്തതിനേക്കാൾ പ്രതിഫലം ആ മനുഷ്യന് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയാൻ വേണ്ടിയും ഈ ദിനരാത്രങ്ങളെ ഉപയോഗിച്ചതായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഫജ്റിന്റെ തുടക്കഭാഗത്ത് അല്ലാഹു പറയുന്നത് കാണാം, വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറയാൻ വേണ്ടി ഈ ദിനരാത്രങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. മുഫസ്സിരീങ്ങൾ, ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് തന്നെ അതിൻ്റെ മഹത്വം അറിയിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങളിലായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മഹത്തരമായ കർമ്മം എന്ന് പറയുന്നത് നിസ്സംശയം അത് ഹജ്ജ് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ പുണ്യകരമായ ഒരു ഹജ്ജ് ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവന് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്. മാത്രമല്ല മറ്റൊരു ഹദീസിലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു. ആരാണോ കൃത്യമായി ഹജ്ജ് ചെയ്തത്, അതിൽ യാതൊരു തോന്നിവാസവും ഒരു വേണ്ടാവൃത്തിയും ചെയ്യാതെ ആരാണോ ഹജ്ജ് കൃത്യമായി പൂർത്തീകരിക്കുന്നത്, അവന്റെ മാതാവ് അവൻ ജനിച്ചപ്പോൾ ഏതൊരു രൂപത്തിലാണോ ഉണ്ടായിരുന്നത് അതുപോലെ അവൻ ജനിച്ച കുട്ടിയെ പോലെ അവൻ മടങ്ങുന്നു. ഒരു ക്ലീൻ ഷീട്ടായിരിക്കും അവൻ്റെ ഏടുകൾ എന്ന് പറയുന്നത്. കാരണം ഒരു തിന്മയും ഇല്ലാതെ പാപ സുരക്ഷിതനായിക്കൊണ്ടായിരിക്കും ഒരു മനുഷ്യൻ കൃത്യമായി ഹജ്ജ് ചെയ്താൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, അത്രയും മഹത്തരമായ അത്രയും ഉത്കൃഷ്ടമായ പ്രവർത്തനമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, പല കഴിവുള്ള ആളുകളും ഹജ്ജിന് സാമ്പത്തികമായി പ്രശ്നമില്ല, ശാരീരികമായി പ്രശ്നമില്ല, അതുപോലെ തന്നെ യാത്ര ചെയ്യാനുള്ള പ്രയാസങ്ങളില്ല, ഒരു പ്രയാസങ്ങളില്ല എങ്കിൽ പോലും പല ആളുകളും ഹജ്ജിനെ വൈകിപ്പിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വലിയ ദൗർഭാഗ്യവാനാണ് അത്തരത്തിലുള്ള മനുഷ്യന്മാർ. മാത്രമല്ല ഓരോ നിമിഷവും ആ മനുഷ്യർക്ക് ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഒരു റുക്കിനായിക്കൊണ്ട് ഒരു തൂണായിക്കൊണ്ട് പഠിപ്പിച്ച കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രായത്തിന്റെ നമ്മുടെ ആയുസിന്റെ അവസാനത്തിൽ ചെയ്യാനുള്ള ഒരു കർമ്മമായിട്ടല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കല്യാണം കഴിയട്ടെ, അതല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലേക്ക് എത്തട്ടെ, വീട് പണി കഴിയട്ടെ, വാഹനം വാങ്ങട്ടെ, ഈ രൂപത്തിൽ എല്ലാം കഴിഞ്ഞ് സ്വസ്ഥ ജീവിതം നയിക്കുമ്പോൾ ചെയ്യാനുള്ള ഒരു കർമ്മമായിട്ടല്ല ഇസ്ലാം ഹജ്ജ് എന്ന കർമ്മത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഹജ്ജിന് കഴിവുള്ള ആളുകളുണ്ട് എങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക, അടുത്ത ഒരു വർഷമെങ്കിലും ഹജ്ജിന്റെ മൈതാനിയിലേക്ക് എത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ഹജ്ജിന്റെ മൈതാനിയിലേക്ക് എത്താൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ തീരുമാനിക്കേണ്ടത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഹജ്ജ് എന്നുള്ളത്. ഈ വർഷവും നമുക്കറിയാം 40,000 ആളുകളുടെ ഹജ്ജ് അവർ എല്ലാ വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തി, പണം വരെ അടച്ച് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടും 40,000-ഓളം ആളുകൾക്ക് ഹജ്ജ് നിഷേധിക്കപ്പെട്ടു എന്ന വാർത്തയൊക്കെ നമ്മൾ കേൾക്കേണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കരുതുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഹജ്ജ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത്, ബലിയെറുക്കുക എന്നുള്ളത്. ബലിയെറുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ വിധവിലക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ഖുതുബയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ആർക്കെങ്കിലും അതിന് കഴിവുണ്ട് എങ്കിൽ, ഇപ്പോൾ ദുൽഹിജ്ജ പിറന്നു, ഇനി ഒരാൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ പോലും അയാൾക്കത് സാധിക്കുമെന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മളാരും തയ്യാറാകരുത്. മാത്രമല്ല കഴിവുള്ളവരാണ് എങ്കിൽ കഴിവിൻ്റെ പരമാവധി അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റു കാര്യങ്ങളാണ് അദ്കാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി അൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായതും ഏറ്റവും മഹത്തരമായതും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്.
അതുകൊണ്ട് ഈ മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ പല ആളുകളും ഗഫ്ലത്തിലാകുന്ന, അശ്രദ്ധയിലാകുന്ന ഒരു അമലാണ് തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത്. ദുൽഹിജ്ജ മാസം പിറന്നത് മുതൽ നമ്മൾ ഓരോ സമയത്തും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ഈ ഒരു ദിക്ർ, ഈ ഒരു തക്ബീർ നമ്മൾ നിരന്തരമായി കൊണ്ട് മുഴക്കിക്കൊണ്ടിരിക്കണം. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും, അതുപോലെ തന്നെ ജോലി സ്ഥലത്താണെങ്കിലും, വാഹനത്തിൽ പോവുകയാണെങ്കിലും എല്ലായ്പ്പോഴും ചൊല്ലേണ്ടുന്ന ഒരു തക്ബീറാണ് തക്ബീർ മുത്ലഖ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറഫ ദിവസം ഫജ്റിന്റെ ശേഷം, അതായത് അടുത്ത വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരത്തിന്റെ ശേഷം മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ 13ാമത്തെ ദിവസത്തിലെ അസ്ർ വരേക്കും ഓരോ നിസ്കാരത്തിന്റെ പിറകിലായിക്കൊണ്ടും അസ്തഗ്ഫിറുല്ലാഹ്, 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 അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം തബാറക് യാ ദൽ ജലാലി വൽ ഇക്റാം, ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ ഒരു തക്ബീറും നമ്മൾ ഓരോ നിസ്കാരത്തിന്റെ പിറകിലായിക്കൊണ്ടും ചെല്ലണം. അതാണ് തക്ബീർ മുഖയ്യദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുകയും കൂടുതലായിക്കൊണ്ട് അല്ലാഹുവിനെ ഓർക്കാനും വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ 10 ദിനങ്ങളിൽ നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമാണ് യൗമു അറഫ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് പ്രത്യേകതകളും ആ ദിവസത്തിനും ആ സ്ഥലത്തിനും പ്രമാണങ്ങൾ പഠിപ്പിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറഫയിലുള്ള നൃത്തമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് മാത്രം മതി ആ സ്ഥലത്തിന്റെ പോരിശ, ആ സ്ഥലത്തിന്റെ മഹത്വം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല അന്നേ ദിവസത്തിലാണ്, ആ അറഫ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് സൃഷ്ടികളിലേക്ക് അടുത്തു വരുന്നത് എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. എല്ലാ ദിവസവും രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ് അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നത് എങ്കിൽ അറഫ ദിവസത്തിൽ പകലിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലി അറഫാത്തിൻ മലായികത്തസ് സമാ, ആകാശ ലോകത്തിലുള്ള മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളും ഈ അറഫയിലുള്ള ആളുകളെ നോക്കിക്കൊണ്ട്. എന്നിട്ട് അല്ലാഹു പറയും, ഉൻദുറു ഇലാ ഇബാദി, എൻ്റെ അടിയാറുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. അതൗനി ശുഅസൻ ഹുബ്റൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവരിതാ പൊടി പിടിച്ചവരായിക്കൊണ്ട്, ജട പിടിച്ചവരായിക്കൊണ്ട് എന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഉശ്ഹിദുക്കും അന്നി ഖദ് ഗഫർതു ലഹും, ഞാനിതാ നിങ്ങളെ സാക്ഷി നിർത്തുന്നു, ഞാൻ അവർക്ക് ഇതാ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്ന ദിവസം കൂടിയാണ് യൗമു അറഫ എന്ന് പറയുന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ സംഗമിക്കാൻ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല നരകമോചനം, ഏറ്റവും കൂടുതൽ നരകമോചനം ഉണ്ടാകുന്ന ദിവസമാണ് ഈ അറഫ ദിവസം എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു. മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ, അറഫ ദിവസത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും അടിമകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അന്നേ ദിവസം അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കണം, നമ്മൾ അല്ലാഹുവേ ഞങ്ങളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ മറക്കരുത്. മാത്രമല്ല അന്നേ ദിവസത്തെ പ്രാർത്ഥനയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ യൗമു അറഫ, ദുആകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ, ഏറ്റവും ഉത്കൃഷ്ടമായ ദുആ എന്ന് പറയുന്നത് അറഫ ദിവസത്തിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ദുആ ആണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ആ ദിവസത്തിൽ കൂടുതലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ നമ്മൾ ആരും മറന്നു പോകരുത്. ആ ഹദീസിന്റെ പിറകിലായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുണ്ടായിരുന്ന അമ്പിയാക്കളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാക്ക് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന തൗഹീദിന്റെ വചനമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധനക്കർഹൻ അവനല്ലാതെ ഇല്ല. വഹ്ദ, അവൻ ഏകനാണ്. ലാ ശരീക ല, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക്,
സർവാധികാരങ്ങളും അവനുള്ളതാണ്. വലഹുൽ ഹംദ്, മുഴുവൻ സ്തുതികളും അവനുള്ളതാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന വാചകവും അധികമായി ഉരുവിടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതേ അറഫ മൈതാനിൽ വെച്ചുകൊണ്ടാണ് ആദം സന്തതികളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരിൽ നിന്നും കരാർ വാങ്ങിയത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്നും അവിടുന്ന് അങ്ങോട്ട് ഇനി കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ ആളുകളെയും അറഫ മൈതാനിയിൽ ഒരു ഉറുമ്പോളം വലുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് അവരോട് ചോദിക്കുകയുണ്ടായി, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? അപ്പോൾ അവർ ഓരോരുത്തരും പറഞ്ഞതായി കാണാം, ഖാലു ബലാ ഷഹിദ്നാ, അതെ റബ്ബേ നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അത് നടപ്പിൽ വരുത്തിയത് അറഫ മൈതാനിയിലാണ് എന്നും പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിന്റെ മഹത്വം നമ്മൾ മറന്നുകൂടാ. മാത്രമല്ല അന്നേ ദിവസമാണ് ഈ ദീൻ പരിപൂർണമാക്കിയത് എന്നും പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത് കാണാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്ത് അവതീർണമായത് യൗമ അറഫയിലാണ്, അറഫ ദിവസത്തിലാണ്, അറഫ സംഗമത്തിലാണ് എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിനരാത്രങ്ങളിൽ, ഈ ദിനങ്ങളിൽ ഒരിക്കലും നമ്മൾ അശ്രദ്ധരായിരിക്കാൻ പാടില്ല. കഴിവിന്റെ പരമാവധി ദിക്റുകളും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും സ്വതക്കകളും എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതൊക്കെ ചെയ്യണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, റമളാനിൽ നമ്മൾ ചെയ്യുന്നത് പോലെ, റമളാനിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ ഒരു വസ്വാസമില്ലാതെ, ശൈത്താന്റെ ഒരു ഷർറുമില്ലാതെ ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ ഓതാനും ദിക്ർ ചൊല്ലാനും അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കാനും ഒന്നും സാധിച്ചെന്ന് വരില്ല. സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്തുകൊണ്ടായിരിക്കണം ഓരോരുത്തരും ഈ ദിനരാത്രങ്ങളിൽ അമൽ സാലിഹാത്തുകൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അബൂ ഖതാദ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അറഫ ദിവസത്തെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ, അത് കഴിഞ്ഞ ഒരു വർഷത്തെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തിൻ്റെയും ചെറുപാപങ്ങൾക്ക് അത് പരിഹാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കർമ്മമാണ്, ഹാജി അല്ലാത്ത ആളുകൾക്കുള്ള ഒരു കർമ്മമാണ് അന്നേ ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. ആ നോമ്പിൻ്റെ പ്രതിഫലമായിക്കൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുപാപങ്ങൾക്ക് ആ നോമ്പ് മതിയായതാണ് എന്നാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ പല ആളുകൾക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, എന്നാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിൽ നമുക്ക് ഒരു ദിവസം മുമ്പെയാണ് അറഫയുള്ളത്. അപ്പോൾ പിന്നെ അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന ആ ദിവസത്തിലാണോ നമ്മൾ നോൽക്കേണ്ടത്, അതല്ല നമുക്ക് അറഫ 9 ആകുമ്പോഴാണോ നമ്മൾ നോക്കേണ്ടത്? നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, ഹാജിമാരോട് പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങൾ അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് അറഫ ദിവസം എന്നാണോ നിങ്ങൾക്കുള്ളത് അന്നേ ദിവസമാണ് നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടത് എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് ദുൽഹിജ്ജ 9 അടുത്ത വെള്ളിയാഴ്ച ദിവസമാണ്. ആ ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും നോമ്പനുഷ്ഠിക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.